മൈൻഡ്ഫുൾനെസ്സും നിശ്ചലതയും നമ്മെ പഠിപ്പിക്കാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ ടീച്ചർ പ്രകൃതി തന്നെയാണ്. കാരണം അത് പ്രസൻസും ക്ഷമയും ബാലൻസും എംബോഡി ചെയ്യുന്നു. അവയെല്ലാം ഉൾക്കൊള്ളുന്നു. അതിൻ്റെയെല്ലാം മൂർത്ത രൂപമാണ്. പ്രകൃതി എപ്പോഴും ഈ ഒരു നിമിഷത്തിൽ നിലകൊള്ളുന്നു. ഒരു വൃക്ഷം ഒരിക്കലും വളരുവാൻ തിരക്ക് കൂട്ടുന്നില്ല. നദി ഒരിക്കലും ഒഴുകുന്നതിനായി ബലം പിടിക്കുന്നില്ല. നേച്ചർ സിംപ്ലി ഇസ്. അതെങ്ങനെയാണോ അതുപോലെ നിലകൊള്ളുന്നു. പ്രകൃതിയെ നിരീക്ഷിക്കുമ്പോൾ അത് നമ്മെ ഈ ഒരു നിമിഷത്തിലായിരിക്കുവാൻ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നു. നമ്മെ തന്നെ ഈ ഒരു നിമിഷത്തിലേക്ക് വിട്ടുകൊടുക്കുവാൻ പ്രേരിപ്പിക്കുന്നു. ഒരു മല അചഞ്ചലമായി ഉയർന്നു നിലകൊള്ളുന്നു. ഒരു നിശബ്ദമായ കാട് സമാധാനം പുറപ്പെടുവിക്കുന്നു. ഇങ്ങനെയുള്ള ചുറ്റുപാടുകളിൽ നമ്മൾ നിലകൊള്ളുമ്പോൾ നമ്മളും ഈ നിശ്ചലത പ്രതിഫലിപ്പിക്കാൻ ആരംഭിക്കുന്നു. പ്രകൃതി നമ്മെ ക്ഷമയുടെ പാഠം പഠിപ്പിക്കുന്നുണ്ട്. കാലാവസ്ഥകൾ അതിന് സമയത്തിനനുസൃതമായി മാറുന്നു. പൂക്കൾ സമയമാകുമ്പോൾ പുഷ്പിക്കുന്നു. പ്രകൃതിയിലെ ഒരു കാര്യവും തിരക്കു കൂട്ടുന്നില്ല. എന്നാൽ എല്ലാം കൃത്യസമയത്ത് നടക്കേണ്ട പോലെ ഭംഗിയായി നടക്കുന്നു. നമുക്കും ഇവയെപ്പോലെ ജീവിതത്തിൻ്റെ നാച്ചുറലായ താളത്തെ വിശ്വസിക്കുവാനും കാര്യങ്ങൾ അതിൻ്റെ സമയത്ത് അൺഫോൾഡ് ആകുവാൻ, പ്രകടമാകുവാൻ അനുവദിക്കുകയും ചെയ്യാം. പ്രകൃതിയിൽ നിശബ്ദമായി സമയം ചിലവഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല സ്വരങ്ങളും നമ്മൾ കേൾക്കുന്നു. ഇലകളുടെ മർമ്മരവും പക്ഷികളുടെ പാട്ടും കാറ്റ് നമ്മെ തഴുകുന്ന സ്വരവും എല്ലാം. ഡീപ്പ് ലിസണിങ്ങിൻ്റെ ഈ ഒരു പ്രാക്ടീസ് അവബോധം വളർത്തിയെടുക്കാൻ നമ്മെ സഹായിക്കുന്നു. പൂർണ്ണമായ പ്രസൻസിൽ കേൾക്കുവാൻ പഠിക്കുന്നത് വളരെ പ്രധാനമാണ്. അത് പ്രകൃതിയെ ആയാലും മറ്റൊരു വ്യക്തിയെ ആയാലും നമ്മുടെ സ്വന്തം ചിന്തകളെ ആയാലും. യഥാർത്ഥ മൈൻഡ്ഫുൾനെസ് ആരംഭിക്കുന്നത് ശ്രദ്ധയോടെയുള്ള കേൾവിയിൽ നിന്നാണ്. വനത്തിലെ വായു നമുക്ക് ഉന്മേഷം നൽകുന്നു. അത് വളരെ റിജുവനേറ്റിംഗ് ആണ്. മരങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ആഴത്തിലൊരു ശ്വാസമെടുത്താൽ അത് നമ്മുടെ ശ്വാസകോശത്തിൽ നിറയുന്നതായും നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കാം ഡൗൺ ചെയ്യുന്നതായും നമുക്ക് അനുഭവപ്പെടുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ ശ്വസനത്തെ നമ്മെ തന്നെ കാമാക്കാനും നിശ്ചലതയിലേക്ക് വരുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു നങ്കൂരമായി ഉപയോഗിക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ്. പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് മാറ്റങ്ങളോട് പൊരുത്തപ്പെടുന്നതിനെക്കുറിച്ച്. കാർമേഘങ്ങളാൽ മൂടിക്കിടക്കുന്ന ആകാശം പിന്നീട് തെളിഞ്ഞതായി മാറുന്നു. മരങ്ങൾ ഇല പൊഴിക്കുന്നു. വീണ്ടും പുതിയ ഇലകൾ അവയിൽ വളരുന്നു. മൃഗങ്ങൾക്ക് കാലാവസ്ഥയ്ക്കനുസൃതമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ അറിയാം. പ്രകൃതി അസ്ഥിരതയെ പൂർണ്ണമായും പുണർന്നുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് മാറ്റം എന്നത് ജീവിതത്തിൻ്റെ ഭാഗമാണെന്നുള്ളത്. അതുകൊണ്ട് മാറ്റങ്ങളെ ചെറുത്തു നിൽക്കാൻ, റെസിസ്റ്റ് ചെയ്യാനുള്ള നമ്മുടെ പ്രവണതയെ മറികടക്കാൻ നമുക്ക് ശ്രമിക്കാം. പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. മരങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് വളരുന്നില്ല. അവയുടെ വേരുകൾ മറ്റു മരങ്ങളുമായി കണക്ട് ചെയ്യുന്നു. വണ്ടുകളും പൂവുകളും പരസ്പരം സഹായിക്കുന്നു. നമ്മളും വലിയ ഏതോ ഒന്നിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് നമ്മളും കണക്റ്റഡായി ഫീൽ ചെയ്യുമ്പോൾ അത് പ്രകൃതിയോടായാലും മറ്റുള്ളവരോടായാലും യഥാർത്ഥ സമാധാനം നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്നു. അപ്പോൾ പ്രകൃതിയുടെ ഈ വിസ്ഡത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും? ഒന്ന്, ടേക്ക് മൈൻഡ്ഫുൾ വാക്സ്. പ്രകൃതിയിലൂടെയുള്ള മൈൻഡ്ഫുള്ളായ നടപ്പ് ഓരോ ചുവട് വയ്ക്കുമ്പോഴും പാദങ്ങളുടെ ചലനത്തെ അനുഭവിച്ചറിയുവാനും ചുറ്റുമുള്ള സ്വരങ്ങളെ ശ്രദ്ധിക്കുവാനും ആഴത്തിൽ ശ്വാസമെടുക്കുവാനും ശ്രമിക്കാം. 2, പ്രാക്ടീസ് സ്കൈ ഗേസിംഗ്. ആകാശത്തെ അല്പസമയം നിരീക്ഷിക്കാം. അതിലൂടെ മേഘങ്ങൾ ഒഴുകി നീങ്ങുന്നത് പോലെ നമ്മുടെ ചിന്തകളെയും കടന്നു പോകാൻ അനുവദിക്കാം. 3, ഒബ്സർവ് ട്രീ ഓർ പ്ലാന്റ്. മരങ്ങളുടെയോ ചെടികളുടെയോ നിശ്ചലത നിരീക്ഷിക്കുവാനും ഈ നിശ്ചലത നമ്മുടെ ജീവിതത്തിലും പകർത്താൻ നമുക്ക് ശ്രമിക്കാം. 4, ലിസൺ ടു നേച്ചർ സൗണ്ട്സ്. പക്ഷികളുടെ പാട്ടോ മഴയുടെ സ്വരമോ ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഒരു നിമിഷത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരുവാൻ പരിശീലിക്കാവുന്നതാണ്. 5, ബ്രീതിങ് ഇൻ നേച്ചർ. പ്രകൃതിയിൽ നിന്നുകൊണ്ട് പൂർണ്ണമായ അവബോധത്തോടെ ആഴത്തിൽ ശ്വാസമെടുക്കാം. ഓരോ ശ്വാസമെടുക്കുമ്പോഴും പ്രകൃതിയുടെ എനർജി നമ്മുടെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നതായി സങ്കല്പിക്കാം. ഒരു ജാപ്പനീസ് പ്രാക്ടീസ് ഉണ്ട്, ഷിൻറിൻ യോക്കു ഫോറസ്റ്റ് ബാത്തിങ് എന്നതറിയപ്പെടുന്നു. ഇവിടെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ബാത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനാദ്യമായി
നമ്മുടെ മൊബൈൽ ഫോണും മറ്റു ഇലക്ട്രോണിക് ഉപകരണങ്ങളുമെല്ലാം മാറ്റിവെച്ച ശേഷം പ്രകൃതിയിൽ ശാന്തമായ ഒരിടം കണ്ടെത്താം. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയെ അനുഭവിക്കാൻ ശ്രമിക്കാം. ഓരോ കൊച്ചു ഡീറ്റെയിൽസും ശ്രദ്ധിക്കാൻ ശ്രമിക്കാം. ഉദാഹരണമായി ഇലകളുടെ പാറ്റേണോ, പൂക്കളുടെ പ്രത്യേകതകളോ, ആകാശത്തിന്റെ നിറമോ, അങ്ങനെ പലതും. ഇത് ആങ്സൈറ്റി കുറയ്ക്കുവാനും രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുവാനും നല്ല ഉറക്കം കിട്ടുവാനുമെല്ലാം സഹായിക്കുന്നുവെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. കാടും പുഴയുമെല്ലാം നമ്മുടെ ഉള്ളിൽ നിലകൊള്ളുന്ന നിശ്ചലതയെ പ്രതിഫലിച്ചു കാണിക്കുന്നു. പ്രകൃതിയിൽ സമയം ചിലവഴിക്കുമ്പോൾ നമ്മളെക്കാൾ വലിയ എന്തോ ഒന്നിന്റെ ഭാഗമാണ് നമ്മളെന്നും അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നക്ഷത്രങ്ങളും മാറി മാറി വരുന്ന കാലാവസ്ഥകളും മറ്റും നമ്മളിൽ പുതിയ മനോഭാവങ്ങൾ വളർത്താൻ സഹായിക്കുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ എത്ര നിസ്സാരമാണെന്നും ജീവിതവുമായി കൂടുതൽ കണക്റ്റഡ് ആകാനും അത് നമ്മെ സഹായിക്കുന്നു. അങ്ങനെ ഒരു മരം പ്രതിസന്ധികളെ മറികടന്ന് തിരിച്ചു വരുന്നത് നമ്മെ പഠിപ്പിക്കുന്നു. ഒരു പുഴ നമ്മുടെ ജീവിതമാകുന്ന പുഴയുമായി മുന്നോട്ട് ഒഴുകുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ആകാശം തുറവിയും വിശാലമായ വീക്ഷണവും നമ്മെ പഠിപ്പിക്കുന്നു. കാറ്റാകട്ടെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാത്തിൻ്റെയും അസ്ഥിരതയും മാറ്റവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.